ഇന്നലെയാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചത്. നടൻ മമ്മൂട്ടി 7ാമതും മികച്ച നടനുള്ള പുരസ്കാരം നേടുകയും ഒരുപാട് നമ്മുടെ കഴിവുറ്റ കലാകാരന്മാരെ സംസ്ഥാന സർക്കാർ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്ത ദിവസമാണ്. പക്ഷേ പതിവ് പോലെ ആ പുരസ്കാര ലബ്ധിയിൽ ചില കല്ലുകടികൾ ഉണ്ടായിരിക്കുന്നു, ചില അപസ്വരങ്ങൾ ഉണ്ടായിരിക്കുന്നു. അത് വലിയ ചർച്ചയാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്നലെ സംസ്ഥാന സർക്കാർ ഈ അവാർഡ് നൽകുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും അർഹതപ്പെട്ടതെന്നും പ്രതീക്ഷിക്കപ്പെട്ടതെന്നും കരുതിയിരുന്ന ഒട്ടുമിക്ക ആളുകൾക്കും അവാർഡ് ലഭിക്കുന്നു. അതോടുകൂടി തന്നെ ഒരു പരാതികളില്ലാത്ത അവാർഡ് പ്രഖ്യാപനമാണ് നടന്നതെന്നാണ് കരുതിയെങ്കിൽ തൊട്ടടുത്ത നിമിഷം മുതൽ തന്നെ ഇത്തരത്തിലുള്ള അവാർഡുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. അതിൽ പ്രധാനപ്പെട്ടവ ഇങ്ങനെയാണ്. ഒന്ന്, എന്തിന് വേടന് അവാർഡ് നൽകിയെന്നതാണ്. വേടൻ ആരോപണ വിധേയനായി നിൽക്കുന്ന ഒരാളാണ്. വേടനെതിരെ നിരവധി കേസുകൾ ഉണ്ട്. അതിൽ ജാമ്യത്തിൽ ഇളവ് നേടി പുറത്തു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വേടൻ. അപ്പോൾ വേടനെതിരെ എന്തിന് അവാർഡ് നൽകിയെന്നത്. ഒപ്പം ബാലതാരങ്ങൾക്ക് അവാർഡ് നൽകാത്തതിനെതിരെ വലിയ വിമർശനം ഉയരുന്നു. അവാർഡ് പ്രഖ്യാപന വേദിയിൽ പ്രകാശ് രാജ് നടത്തിയ ചില പരാമർശങ്ങൾ, അത് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള അവാർഡ് ലഭിക്കുന്നു, അത് ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ നിഷേധിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ, ഈ 3 കാര്യങ്ങളാണ് വലിയ വിവാദമായി മാറുന്നത്. അത് നമ്മൾ വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ വേടൻ അവാർഡ് എന്തിന് എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനമായും ഉയർന്നു കാണുന്നത്, വിമർശകർ ഉന്നയിക്കുന്നത്. ഇന്നത്തെ തലമുറയുടെ ശബ്ദമാണ് വേടന്റേതെന്നാണ് പ്രകാശ് രാജ് ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. വേടന്റെ പാട്ടുകളിലെ അതിജീവനത്തിനുള്ള ത്വര കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പുരസ്കാരം നൽകിയതെന്ന് പ്രകാശ് രാജ് പറഞ്ഞു. ആ അവാർഡിനെ കുറിച്ചാണ് ഇപ്പോൾ വലിയ വിമർശനം ഉയരുന്നത്. വിവാഹ വാഗ്ദാനം നൽകി യുവ ഡോക്ടറെ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ വേടനെതിരെ കേസുണ്ട്. ഇതിൽ ജാമ്യം എടുത്തിരിക്കുകയാണ് വേടൻ. മറ്റൊന്ന്, ഗവേഷക വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു എന്ന കേസാണ് വേടനെതിരെയുള്ളത്. ഇതിലും നിയമ നടപടികൾ നേരിടുന്നുണ്ട്. വേടനെതിരെ നിരവധി മീറ്റു ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മയക്കുമരുന്ന് കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട ഒരു കേസുണ്ട്, പുലിനഖം വെച്ചതുമായ ഒരു കേസുണ്ട്. അതിൽ ഏറ്റവും ഗൗരവമുള്ള കേസുകൾ ഈ പീഡന ആരോപണങ്ങളാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസ്, ഗവേഷക വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു എന്ന കേസാണ് വേടനെതിരെയുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ആരോപണം നേരിടുന്ന ഒരു വ്യക്തിക്ക് എന്തിനാണ് ഈ അവാർഡ് നൽകിയത് എന്നതാണ് ഏറ്റവും പ്രധാനമായും ഉയരുന്ന വിമർശനം. നമുക്കറിയാം, 2021 അവാർഡ് പ്രഖ്യാപനത്തിൽ ഹോം എന്ന ഒരു സിനിമ മികച്ച സിനിമയായിരുന്നു. ആ സിനിമ ഒഴിവാക്കപ്പെട്ടത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ ഇടയാക്കിയതാണ്. അതിൽ ഇന്ദ്രൻസിന്റെയും മഞ്ജു പിള്ളയുടെയും ഒക്കെ അഭിനയം, തീർച്ചയായും അവർക്ക് ആ അഭിനയത്തിന് അവാർഡ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അത് ലഭിക്കാതെ പോയി. ആ ചിത്രത്തിന്റെ നിർമ്മാതാവ് വിജയബാബുവിനെതിരെ ഉയർന്ന ഈ ലൈംഗിക ആരോപണമാണ് ആ ചിത്രം തന്നെ ഈ അവാർഡിന് പരിഗണിക്കപ്പെടാതെ പോയതിന് കാരണമെന്നാണ് അന്ന് മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രത്യാരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ചിത്രത്തിന്റെ നിർമ്മാതാവ് ചെയ്ത തെറ്റിന് ആ ചിത്രത്തെ പൂർണ്ണമായും ഒഴിവാക്കി അതിലെ മറ്റ് കലാകാരന്മാർക്കെല്ലാം ഒരു പുരസ്കാരത്തിനുള്ള അവരുടെ അവസരം നിഷേധിക്കുന്നത് ശരിയാണോ എന്നതായിരുന്നു അന്ന് ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം. അത് വലിയ ചർച്ചയായിരുന്നു. ഇന്നിവിടെ നോക്കൂ, ആരോപണ വിധേയന് തന്നെ പുരസ്കാരം ലഭിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതിനെ ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇതിലെ വിരോധാഭാസമാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വേടന് എന്തുകൊണ്ട് ഇത്തരം ഒരു പുരസ്കാരം നൽകി ആദരിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വേടന് തൊഴിൽ നിഷേധിക്കണമെന്നോ വേടന്റെ പ്രവർത്തിക്കാനുള്ള അവകാശങ്ങൾ നിഷേധിക്കണമോ ഒന്നുമല്ല. പക്ഷേ എന്തിനാണ് ഈ പുരസ്കാരം നൽകി ഈ ആരോപണ വിധേയനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന ഒരു ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. അതിൽ പ്രത്യക്ഷമായി എഴുത്തുകാരി ഇന്ദു മേനോൻ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരുന്നു. പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നവരോട് അക്കാദമികൾക്ക് എന്നും വലിയ ബഹുമാനമാണ്. അവരെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിൽ എഴുന്നള്ളിക്കുക, വിവിധ വേദികൾ കൊടുക്കുക, ജഡ്ജിമാരായി ജൂറി കമ്മിറ്റി അംഗങ്ങളായി നിയമിക്കുക, വെറൈറ്റിക്ക് ഒരു അവാർഡും കൊടുക്കുക. അക്കാദമിയുടെ സംസ്കാരം സ്ത്രീ വിരുദ്ധമാണെന്ന് പറയാതെ വയ്യ എന്നാണ് അവർ കുറിക്കുന്നത്. സ്ത്രീ പീഡനം അടക്കമുള്ള കേസുകൾ വേടനെതിരെയുണ്ട്. അങ്ങനെയുള്ള വേടൻ അവാർഡ് നൽകി ആദരിക്കുമ്പോൾ നിയമത്തെ പരിഹസിക്കുകയാണെന്ന് ജോയ് മാത്യു പറയുന്നു. അപ്പോൾ ഇത്തരം ആരോപണം നേരിടുന്നവർക്ക് അവാർഡ് നൽകുന്നതിലെ ഇരട്ടത്താപ്പുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വിമർശനം ഉയരുന്നത്. അത് അവർക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം, അതിൽ അവർക്കൊരു പ്രോത്സാഹനം, അത് പല വ്യക്തികളോട് പല സമീപനം എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വിമർശനം ഒക്കെ ഉയരുന്നത്. അവാർഡ് പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ വിമർശനവുമായി സംവിധായകൻ KP വ്യാസനും രംഗത്തെത്തിയിരുന്നു. വേടന്റെ സ്ഥാനത്ത് ദിലീപിനായിരുന്നു സംസ്ഥാന അവാർഡ് നൽകിയതെങ്കിൽ കേരളത്തിലെ സാംസ്കാരിക നായികാ നായകന്മാർ എന്തുമാത്രം ബഹളം വെച്ചേനെ എന്നൊരു ചോദ്യം
വ്യാസൻ ചോദിക്കുന്നു. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരം ചോദ്യങ്ങളും ആരോപണങ്ങളുമാണ് ഉയരുന്നത്. 2021 സ്വീകരിച്ച സമീപനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയിരിക്കുന്നു. ആരോപണ വിധേയന് തന്നെ പുരസ്കാരം കൊടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് വിമർശനം. അന്ന് വിജയ് ബാബുവിനെ ഒഴിവാക്കി നിർത്തിയതിലല്ല, വിജയ് ബാബു നിർമ്മാതാവായ എന്നതിന്റെ പേരിൽ ഇന്ദ്രൻസ് ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് അതിൽ ആ ചിത്രത്തിനാകെയും പരിഗണിക്കപ്പെടാതെ പോയ സാഹചര്യത്തിലാണ് അന്ന് വിമർശനം ഉയർന്നതെങ്കിൽ ഇന്ന് ആരോപണ വിധേയന് തന്നെ പുരസ്കാരം നൽകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നതാണ് വ്യാപക വിമർശനത്തിന് ഇടയാക്കുന്നത്. പക്ഷേ ഇത് വലിയ രീതിയിൽ ഈ പല തരത്തിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു കലാകാരനെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ആരോപണങ്ങളുടെ പേരിൽ പുറത്തു നിർത്തേണ്ടത് എന്ന ഒരു വാദം ഉന്നയിക്കുന്നവരുമുണ്ട്. പക്ഷേ വേടന്റെ കാര്യത്തിൽ അയാൾ ഇപ്പോഴും ആരോപണ വിധേയനാണ്. ആ ആരോപണത്തിൽ നിയമ സംവിധാനത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അല്ലെങ്കിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയാത്ത വ്യക്തിയാണ്. അയാൾക്ക് ജോലി ചെയ്യുന്നതിന് പ്രശ്നമില്ല. പക്ഷേ അയാളെ ആദരിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. മറ്റൊന്ന്, ജൂറി ചെയർമാൻ പ്രകാശ് രാജ് ഇന്നലെ നടത്തിയ ചില പരാമർശങ്ങളാണ്. അത് ദേശീയ തലത്തിൽ മമ്മൂട്ടിക്ക് പുരസ്കാരം ലഭിക്കുന്നില്ല എന്ന ഒരു കാര്യം ചൂണ്ടിക്കാട്ടുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഒരു പരാമർശം വരുന്നത്. ദേശീയ ചലച്ചിത്ര അവാർഡുകൾ കോംപ്രമൈസ് ആണ് എന്ന തരത്തിലാണ് പ്രകാശ് രാജ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അദ്ദേഹത്തെ ഇവിടെ ജൂറിയുടെ അധ്യക്ഷനായി ക്ഷണിക്കുമ്പോൾ ഇവിടെ നിന്ന് അദ്ദേഹത്തെ അറിയിച്ചത് സ്വതന്ത്രമായ ഒരു വ്യക്തിയെ ആ സിനിമകൾ കണ്ട് അതിൻ്റെ ഫലപ്രഖ്യാപനത്തിനായി നിയോഗിക്കണം, അതിനുള്ള സ്വാതന്ത്ര്യം നൽകും എന്നതാണ് ഇവിടെ നിന്ന് പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല ദേശീയ തലത്തിൽ നടക്കുന്നത് എന്നതാണ് പ്രകാശ് രാജ് പറഞ്ഞത്. അവിടെ ദേശീയ അവാർഡുകളിൽ അതല്ല സംഭവിക്കുന്നത്. അവാർഡ് കിട്ടുമ്പോൾ നമ്മൾ അത് കാണുന്നതാണല്ലോ എന്ന് അദ്ദേഹം പറയുന്നു. അതെന്താണെന്ന് നമുക്കറിയാം. അത്തരമൊരു ജൂറിയോ ദേശീയ സർക്കാരോ മമ്മൂട്ടി എന്ന നടനെ അർഹിക്കുന്നില്ല എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രകാശ് രാജ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പ് സംവിധാനം കുറ്റമറ്റതും കേന്ദ്രത്തിലേത് മോശമാണ് എന്ന് പറയുന്നതുമാണ് ഒരു വിഭാഗം വലിയ ആരോപണമായി ഉന്നയിക്കുന്നത്. KP ശശികലയുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ടത് കേൾക്കാം. കവിത എന്നൊക്കെ പറയുമ്പോൾ ധാരണകളുണ്ട്. സാധാരണ നമ്മൾ പറഞ്ഞ പോലെ കുഞ്ചന്റെ തത്തയെ കൊഞ്ചിച്ച കവിതയാണ്, കുഞ്ചന്റെ തുള്ളലിന് മണികൊട്ടിയ കവിതയാണ്. അത്രയ്ക്കൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ആസ്വാദകരുടെ മനസ്സിലേക്ക് ഒരു വെള്ളിടി വെട്ടത്തക്ക വിധത്തിലുള്ള ഒരു തീരുമാനമാകാതെ നോക്കാമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. KP ശശികല പ്രകാശ് രാജിന്റെ ഈ അഭിപ്രായത്തോടും ഒപ്പം തന്നെ വേടന് അവാർഡ് നൽകിയതിനെയും എതിർത്തു. അതിൽ വേടന് പുരസ്കാരം നൽകിയതിനെ എതിർത്ത് സംസാരിച്ച ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. മമ്മൂട്ടിക്ക് അർഹതപ്പെട്ട അവാർഡാണ് നൽകിയതെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ മമ്മൂട്ടിക്ക് അവാർഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് പ്രകാശ് രാജ് നടത്തിയ ഈ അഭിപ്രായമാണ് സംഘപരിവാർ സംഘടനകളെ ഉൾപ്പെടെ അസ്വസ്ഥപ്പെടുത്തുന്നത്. അവർ അതിനെതിരെ രംഗത്ത് വരുന്നത്. കേന്ദ്ര സർക്കാർ നൽകുന്ന പുരസ്കാരങ്ങൾ അതിന് സുതാര്യതയില്ല എന്ന തരത്തിൽ ജൂറി അധ്യക്ഷൻ പറഞ്ഞതാണ് ആ രീതിയിൽ രാഷ്ട്രീയ വിമർശനങ്ങൾക്കിടയാക്കുന്നത്. മറ്റൊന്ന്, ബാലതാരങ്ങൾക്ക് അവാർഡ് പ്രഖ്യാപിക്കാത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ വിവാദമാണ്. അത് നമുക്കൊക്കെ അറിയാവുന്ന വളരെ പ്രമുഖയായ ബാലതാരം ദേവനന്ദ തന്നെ അത് ഒരു വിമർശനമായി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. സ്വതന്ത്ര സിനിമകൾക്ക് ഒട്ടും പ്രാധാന്യം കിട്ടുന്നില്ല എന്നൊരു വിമർശനം ശ്രുതി ശരണ്യം ഉൾപ്പെടെയുള്ളവർ ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ രണ്ട് വിമർശനങ്ങളുമാണ് പിന്നീട് ഈ അവാർഡ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വളരെ ചർച്ചയാകുന്ന കാര്യം. ഇവിടെ കുട്ടികളുടെ ചിത്രങ്ങൾ കാണിക്കാനുള്ള വേദികൾ കിട്ടാതെ പോകുന്ന ചില സാഹചര്യങ്ങളൊക്കെയുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി നല്ല ചിത്രങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന കാര്യം കൂടി ചർച്ച ചെയ്യാനുള്ള അവസരമായി ഇതിനെ ആളുകൾ മാറ്റി എടുക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ബാലതാരം ദേവനന്ദ ഈ വിഷയത്തിൽ ഉന്നയിച്ച വിമർശനം കുട്ടികളും സമൂഹത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടികളുടെ അവകാശങ്ങളെ ജൂറി കാണാതെ പോകരുത്, അവരും ഈ സമൂഹത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിമർശനമാണ് ദേവനന്ദ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരുന്നത്. ദേവനന്ദയുടെ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ ഈ ജൂറിക്ക് മുൻപിൽ ഉണ്ടായിരുന്നു. അപ്പോൾ മികച്ച ചിത്രങ്ങളില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് അവസരം നിഷേധിച്ചിരിക്കുന്നത്, ബാലതാരത്തെ തെരഞ്ഞെടുക്കാതിരിക്കുന്നത്. പക്ഷേ ലഭിച്ച ചിത്രങ്ങളിൽ നിന്ന് മേന്മയുള്ള അഭിനയത്തെ തെരഞ്ഞെടുക്കേണ്ടതായിരുന്നു എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. കുട്ടികളെ തീർത്തും അവഗണിച്ചുകൊണ്ട് അങ്ങനെ ഒരു സമീപനം ജൂറി സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. ഇവിടെ കുട്ടികളുടെ ചിത്രങ്ങൾ കാണിക്കാനുള്ള വേദികൾ ലഭിക്കാറില്ല.
അതിൽ നിന്ന് വരുമാനമുണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ലഭിക്കാറില്ല. അത് റിലീസ് ചെയ്യാൻ ഒരു തിയേറ്റർ പോലും മുന്നോട്ട് വരാറില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അത്തരം ചിത്രങ്ങൾ, നല്ല ചിത്രങ്ങൾ നിർമ്മിക്കാൻ ആളുകൾക്ക് കഴിയുക? അത് സാമ്പത്തികമായി വലിയ ബാധ്യതയുണ്ടാക്കുന്നതാകും കലാകാരന്മാർക്ക്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇത് നല്ല ചിത്രങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാകാതെ പോകുന്നത്. അപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു അവാർഡ് പ്രഖ്യാപനം നടത്തുമ്പോൾ മികച്ച കുട്ടികളുടെ അഭിനയത്തിന് അവാർഡ് പ്രഖ്യാപിക്കുകയും അതിനുള്ള പോരായ്മകൾ ചൂണ്ടിക്കാട്ടുകയും അത് നികത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു ചെയ്യേണ്ടത് എന്നതാണ് പ്രധാനമായും ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അല്ലാണ്ട് കുട്ടികളുടെ മികച്ച അഭിനയമില്ല, ചിത്രമില്ല എന്ന് പറഞ്ഞ് ആർക്കും അവാർഡ് കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിമർശനം. ഇതിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചിത്രങ്ങൾ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ കുട്ടികളൊക്കെ അവരുടെ പ്രായത്തിന് പറ്റുന്ന കാര്യങ്ങളാണോ ഇപ്പോൾ കാണുന്നത് എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടി മികച്ച ചിത്രങ്ങൾ ഒരുങ്ങുന്നതിന് വഴിവെക്കുന്ന തരത്തിൽ ഈ ചർച്ചകൾ ഉണ്ടാകട്ടെ എന്ന കാര്യമാണ് നമ്മൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ വിമർശനങ്ങളെല്ലാം മന്ത്രി തള്ളിക്കളയുകയാണ്. വളരെ മികച്ച പ്രഖ്യാപനമാണ്, തെരഞ്ഞെടുപ്പുകളാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് മന്ത്രി സജി ചെറിയാൻ ഈ വിമർശനങ്ങൾക്കൊക്കെ മറുപടിയായി അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ആർക്കും ഒരു തെറ്റും ചൂണ്ടിക്കാണിക്കാനില്ല ഇത്തവണത്തെ അവാർഡ് പ്രഖ്യാപനത്തിൽ എന്നതാണ് മന്ത്രി ഇതിനെക്കുറിച്ച് പറയുന്നത്. ക്രിയേറ്റീവായിട്ടുള്ള സിനിമകൾ വന്നാൽ ആ സിനിമയെ ഗവൺമെന്റ് കൂടി വേണ്ടി വന്നാൽ സപ്പോർട്ട് ചെയ്ത് അടുത്ത ഒരു അവാർഡ് ദാനം വരുമ്പോൾ കുട്ടികളുടെ സിനിമ അവർക്ക് അവാർഡ് കിട്ടുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാനേ നമുക്ക് ഇനി കഴിയും. ആ കാര്യത്തിൽ നിലപാടെടുക്കും. ഞാൻ ബന്ധപ്പെട്ടവരുടെ യോഗം ഇന്നലെ തന്നെ ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ചെന്നാൽ ഈ സിനിമാ ഇൻഡസ്ട്രിയിൽ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു കൂട്ടി ഇവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കുറവുകൾ, അത് ഒരു കുറവല്ല, പല കുറവുകൾ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ കുറവുകളെല്ലാം അവരുടെ ശ്രദ്ധപ്പെടുത്തിയിട്ട് നമുക്കതിനെ എങ്ങനെ രൂപാന്തരപ്പെടുത്താൻ കഴിയുമെന്ന് നടപടിയുണ്ടാകും. തീർച്ചയായും. അപ്പോൾ നമുക്കറിയാം, ഓരോ തവണയും അവാർഡ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിരാശരാകുന്ന ഒരു വിഭാഗം ഉണ്ടാകും. അത്തരം കാര്യങ്ങൾ ചർച്ചയാകാറുണ്ട്. പിന്നീട് ഈ അവാർഡ് നിർണയ ഈ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ രീതികൾ അത് കുറ്റമറ്റതാകണം എന്ന തരത്തിൽ വളരെ ആരോഗ്യപരമായി ചർച്ചകൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുണ്ടാകുന്ന വിമർശനങ്ങൾ ഉണ്ട്. മേഡനുമായി ബന്ധപ്പെട്ടൊക്കെ ഉയരുന്ന ആരോപണങ്ങൾ ആ രീതിയിലുള്ളതാണ്. അപ്പോൾ മന്ത്രി തന്നെ പറയുന്നു, ഇതിൽ തെറ്റുകൾ തിരുത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിൽ അത് പരിശോധിച്ച് മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. അപ്പോൾ സിനിമ എന്ന കലാരൂപത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന തരത്തിലുള്ള ചർച്ചകൾക്കും അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് സഹായകമാകുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇത്തരം ചർച്ചകൾ വഴിവെക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എന്തായാലും അവാർഡ് കിട്ടിയ എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നവരാണ്. അതിനൊപ്പം തന്നെ മറ്റുള്ളവർക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമായി കൂടി ഈ അവാർഡ് നിർണയങ്ങൾ മാറട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ പരിശോധിച്ചതാണ് കുടുംബവാഴ്ചയ്ക്കെതിരെ ശശി തരൂർ എഴുതിയ ലേഖനം. അതുണ്ടാക്കാൻ പോകുന്ന പുകിൽ എന്താണ് എന്നതാണ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത്. കോൺഗ്രസ് നേതൃത്വത്തെ അതിരൂക്ഷമായി വിമർശിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ഒരു തരത്തിലും അവർക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിമർശനങ്ങളായിരുന്നില്ല തരൂരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അത് ഈ നെഹ്റു മുതൽ പ്രിയങ്ക ഗാന്ധി വരെയുള്ളവരെ കുടുംബവാഴ്ചയുടെ പേരിൽ കുറ്റപ്പെടുത്തുന്നതായിരുന്നു. അത് നമ്മുടെ രാഷ്ട്രത്തെ തന്നെ ഈ കുടുംബവാഴ്ചയിലേക്ക് തള്ളിവിട്ടു എന്ന തരത്തിൽ ആരോപിക്കുന്നതായിരുന്നു ശശി തരൂരിൻ്റെ ഈ ലേഖനം. അതാണ് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നത്. BJP ഇത് ആയുധമാക്കും എന്നത് നമ്മൾ ഇന്നലെ തന്നെ കരുതിയിരുന്നതാണ്. കൃത്യമായും ബീഹാർ തെരഞ്ഞെടുപ്പിൽ BJP അത് ആയുധമാക്കുന്നു എന്നതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ പ്രൊജക്ട് സിൻഡിക്കേറ്റിലാണ് തരൂരിൻ്റെ ഈ ലേഖനം വരുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബ ബിസിനസ് എന്ന തലക്കെട്ടിൽ ആണ് തരൂർ ഈ ലേഖനം എഴുതിയിരുന്നത്. നെഹ്റു കുടുംബത്തെ പരാമർശിച്ചുകൊണ്ട്, ഓരോരുത്തരെയും പേരെടുത്ത് പരാമർശിച്ചുകൊണ്ടായിരുന്നു ഈ ലേഖനം. പരിചയത്തിനേക്കാൾ പാരമ്പര്യത്തിന് മുൻഗണന നൽകുന്ന രീതി ശരിയല്ല എന്നതാണ് ഈ ലേഖനത്തിലൂടെ തരൂർ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചിരുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, പ്രധാനമന്ത്രിമാരായിരുന്ന ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, നിലവിലെ പ്രതിപക്ഷ നേതാവ് പ്രിയങ്ക ഗാന്ധി എന്നിവരുൾപ്പെടുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ഇഴചേർന്നതാണ്. എന്നാൽ രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് ഇത് അടിത്തറയിട്ടു എന്നതായിരുന്നു തരൂരിന്റെ വിമർശനം. ഇതാണ് ഇപ്പോൾ BJP ആയുധമാക്കുന്നത്. അത് ഒരു
ഹിന്ദി ഹൃദയഭൂമിയിലെ സാഹചര്യം മാത്രമല്ല എന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും കശ്മീരിലും എല്ലായിടത്തും ഇത് തുടർന്നു വരുന്നു എന്ന ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ ബീഹാറിൽ BJP ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന ആരോപണം രാഹുൽ ഗാന്ധിയെയും ലാലു പ്രസാദ് യാദവിന്റെ കുടുംബവാഴ്ചയെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ തരൂർ ഈ വിമർശനം ഉന്നയിച്ചത് എന്നതാണ്. അപ്പോൾ രാഹുലിനെയും തേജസ്വിയെയുമാണ് തരൂർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ കുടുംബവാഴ്ചയാണ് തരൂർ കോൺഗ്രസിനുള്ളിലെ അവരുടെ പ്രവർത്തക സമിതി അംഗമായ തരൂർ തുറന്ന് വിമർശിച്ചിരിക്കുന്നത് എന്ന ഒരു വിമർശനമാണ് BJP ഉന്നയിക്കുന്നത്. BJP ഇത് വലിയ രീതിയിൽ അവിടെ പ്രചരണ വിഷയമാക്കുകയും ചെയ്യുന്നു. BJPയുടെ വക്താവ് ഷെഹ്സാദ് പൂനെവാലയാണ് ഈ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, ഷെഹ്സാദ് പൂനെവാല പറയുന്നു ഈ എന്താണ് അവിടുത്തെ സാഹചര്യം എന്നത് തനിക്കറിയാം. താൻ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് എത്തിയ വ്യക്തിയാണ് ഷെഹ്സാദ് പൂനെവാല. അപ്പോൾ തരൂരിന് ഇനിയുണ്ടാകാൻ പോകുന്ന ഭീഷണി എന്താണ് എന്ന കാര്യം കൂടി തനിക്കറിയാം. കാരണം ഈ നെഹ്റു കുടുംബം എന്ന് പറയുന്നവർ അതിന് പ്രതികാരം ചെയ്യുന്നവരാണ്. അപ്പോൾ തരൂർ കുറച്ച് സൂക്ഷിക്കണം എന്ന ഒരു ഉപദേശം കൂടി പൂനെവാല നൽകുന്നുണ്ട്. എന്തായാലും തരൂർ BJPക്ക് കോൺഗ്രസിനെ അടിക്കാൻ ഒരായുധം കൊടുത്ത പോലെയായി ഇന്നലത്തെ ലേഖനം. അതാണ് BJP വക്താവിന്റെ വാക്കുകളിലൂടെ പുറത്തുവരുന്നത്. The very insightful piece of Dr. Shashi Tharoor, where he has explained in great detail how Indian politics has become like a family business. And he started his article by quoting Congress's first family, which has in a sense legitimized the idea that political position and power comes as a birthright. This kind of candidness against the Nepo kids, against the Namdars of Congress, the first family of Congress, which puts Parivar above performance, which puts dynasty above talent and merit, is a brave attempt by Dr. Tharoor. He would remember that 7-8 years ago even I had attempted this, and whatever happened with me, I hope it does not happen with Dr. Tharoor. Anyway, Dr. Tharoor has recently shown mirror to Nepo kid Nawab Zada Rahul Gandhi on Operation Sindoor also. After that, they have sidelined him. This is intolerant mindset of Congress because they put Parivar above Desh and above Dal. They put Parivar above performance and merit. So, Dr. Tharoor has spoken a truth. It is an eternal truth that Congress is a first family bastion. It is a company of the first family. And I am just praying and hoping that there is no repercussions that Dr. Tharoor faces because of such truth spoken to the Nepo kid of politics, Mr. Rahul Gandhi, and also to the Nepo kid of Bihar, Mr. Tejasvi Yadav. അപ്പോൾ തനിക്കുണ്ടായ അനുഭവങ്ങൾ തരൂരിനുണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പൂനെവാല തരൂരിന് ഈ ഉപദേശങ്ങളൊക്കെ നൽകുന്നത്. കോൺഗ്രസ് അതിരൂക്ഷമായ ഭാഷയിലാണ് ഇതിനോട് പ്രതികരിക്കുന്നത്. എല്ലാവരും ഈ വിഷയമായി പ്രതികരിക്കുന്നില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇതിനോട് പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായിരിക്കുന്നത്. രാജ്യസഭാ MP പ്രമോദ് തിവാരിയും ഒപ്പം രാജ്മോഹൻ ഉണ്ണിത്താനുമാണ് അതിശക്തമായ ഭാഷയിൽ തരൂരിന്റെ ഈ ലേഖനത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. രാജ്യം കണ്ട ഏറ്റവും കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു ജവഹർലാൽ നെഹ്റു എന്ന് ഈ പ്രമോദ് തിവാരി പറയുന്നു. അതുമാത്രമല്ല, ഇന്ദിരാഗാന്ധിയുടെ ത്യാഗം അത് രാജ്യത്തിന് വേണ്ടിയായിരുന്നു. രാജീവ് ഗാന്ധിയുടെ ജീവത്യാഗം രാജ്യത്തിന് വേണ്ടിയായിരുന്നു. കുടുംബവാഴ്ച എന്ന് പറയുമ്പോൾ മറ്റേതൊരു കുടുംബമാണ് രാജ്യത്തിന് വേണ്ടി ഇത്രയധികം ത്യാഗം സഹിച്ചിട്ടുള്ളത് എന്നൊരു ചോദ്യമാണ് പ്രമോദ് തിവാരി ചോദിക്കുന്നത്. അപ്പോൾ ഗാന്ധി കുടുംബത്തെ രാജവംശം എന്ന് പറഞ്ഞ് ഈ രീതിയിൽ അപഹസിക്കുന്നതിന് എന്ത് ഉദ്ദേശമാണ് ഉള്ളതെന്ന് തരൂരിനോട് ചോദിക്കുന്നു. ഒപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു ഇതൊരു വിലപേശൽ തന്ത്രമാണ്. തരൂരിനെതിരെ ഒരു രക്തസാക്ഷി പരിവേഷം വാങ്ങിച്ചുകൊണ്ട് പുറത്തു പോകാനുള്ള ശ്രമമാണ് തരൂർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുന്നതെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ കുറ്റപ്പെടുത്തുന്നത്. അത് തരൂർ ഓരോ തവണയും ഇങ്ങനെ പരസ്യ വിമർശനവുമായി രംഗത്ത് വരുമ്പോൾ അദ്ദേഹം പാർട്ടി വിടാൻ ഉദ്ദേശിക്കുന്നുവെന്നും അതിന് ഒരു നടപടിയെടുത്ത് ഒരു രക്തസാക്ഷി പരിവേഷത്തോടുകൂടി പുറത്തു പോകാനാണ് എന്നുമുള്ള തരത്തിലാണ് ചർച്ചകൾ രൂപപ്പെടുന്നത്. അതാണിപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ തരൂരിനെതിരെ പറയുന്നത്. പുള്ളി ഒരു രക്തസാക്ഷിയുടെ പരിവേഷം കിട്ടി പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുന്നത്. ഒരു കുടുംബം മുഴുവൻ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യത്തിൽ പങ്കെടുത്തിട്ടുള്ളത് നെഹ്റു കുടുംബം മാത്രമാണ്. സകല അതിർ വരമ്പുകളും ലംഘിച്ചിരിക്കുകയാണ് ശശി തരൂർ. സകല ലക്ഷ്മണ രേഖകളും ലംഘിച്ചിരിക്കുകയാണ്. 2 തെരഞ്ഞെടുപ്പുകൾ വിളിപ്പാട് അകലെ വന്ന് നിൽക്കുമ്പോൾ, കേരളത്തിൽ മാത്രം ബീഹാറിൽ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഇതിന്റെ അനുരണങ്ങൾ ഈ ബീഹാർ അടക്കം അതുപോലെ തന്നെ
കേരളത്തിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അടക്കം പ്രതിഫലിക്കുമെന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം പ്രസ്താവനകൾ കോൺഗ്രസിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ തരൂരിന്റെ ഈ ലേഖനം ബീഹാറിൽ വലിയ രീതിയിൽ BJP ആയുധമാക്കുമ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന് വലിയ അതൃപ്തി ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. പരസ്യമായ പ്രതികരണങ്ങൾ ഒഴിവാക്കുകയാണ്. നേരത്തെയും തരൂരിന്റെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായ ഒരുപാട് നിലപാടുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥയെ തുറന്നെതിർത്തുകൊണ്ടുള്ള ഒരു ലേഖനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. ഓപ്പറേഷൻ സിന്ദൂരിലടക്കം കേന്ദ്ര സർക്കാരിന് അനുകൂലമായി പല പരസ്യ പ്രതികരണങ്ങളും നടത്തി. ഓപ്പറേഷൻ സിന്ദൂരിൽ കേന്ദ്ര സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കാൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ശ്രമിക്കുമ്പോൾ അതിനെതിരെ രംഗത്ത് വരുമ്പോൾ അവിടെ കേന്ദ്ര സർക്കാരിന് അനുകൂലമായ പരസ്യ പ്രതികരണങ്ങൾ പലപ്പോഴും തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ അടുത്ത അതൃപ്തി ഹൈക്കമാൻഡിനുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ ഇത്തരം പരാമർശങ്ങൾ, പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്ന കർശന നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. നേരത്തെ VD സതീശൻ ഉൾപ്പെടെ ഉള്ളവരോട് ഈ വിഷയത്തിൽ പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പ്രതികരിക്കാതെ പോയത് നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ നിന്നുൾപ്പെടെ വലിയ പരാതി തരൂരിനെതിരെ ഹൈക്കമാൻഡിന് ലഭിക്കുന്നുണ്ട്. ഹൈക്കമാൻഡിനും ഈ വിഷയത്തിൽ അതൃപ്തി ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു രക്തസാക്ഷി പരിവേഷം തരൂരിന് കൊടുക്കാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ വളരെ കരുതിക്കൂട്ടിയുള്ള നീക്കമാണ് ഇക്കാര്യത്തിൽ നേതൃത്വം സ്വീകരിക്കുന്നത്. തരൂർ എന്താണോ കുതിക്കുന്നത് അത് കോൺഗ്രസിൽ നിന്നും ഉണ്ടാകില്ല എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മറ്റ് ഫോക്കസ് വാർത്തകളിലേക്ക് തിരിച്ചെത്താം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവർ സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തുടക്കമായിരിക്കുകയാണ്. ഇന്ന് നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയാണ് ഇതിനുള്ള അനുവദിച്ചിരിക്കുന്ന സമയം. അപ്പോൾ അതിനുള്ള നടപടികൾക്ക് ഇന്ന് തുടക്കമായിരിക്കുന്നു. BLOമാർ വീടുകൾ കയറി വിവരശേഖരണം നടത്തും എന്നതാണ് മനസ്സിലാകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും ആർക്കും ആശങ്ക വേണ്ട എന്നതുമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഏതായാലും സിനിമാ താരങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ വിപുലമായിട്ടുള്ള പരിപാടികൾക്കാണ് ഇന്ന് തുടക്കമായിട്ടുള്ളത്. വലിയ ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളവും തമിഴ്നാടും പശ്ചിമബംഗാളും ഒക്കെ ഇപ്പോൾ തിരക്കിട്ടുള്ള SIR നടപ്പാക്കുന്നതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇവരുടെയൊക്കെ, ഈ സംസ്ഥാനങ്ങളുടെയൊക്കെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരമൊരു തിരക്ക് പിടിച്ച നീക്കം നടത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയമായതിനാൽ തന്നെ ഇപ്പോൾ തിരക്ക് പിടിച്ച് SIR നടപ്പാക്കരുത് എന്ന ആവശ്യം കേരളം ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിരുന്നതാണ്. കേരള നിയമസഭ ഇതുമായി ബന്ധപ്പെട്ട് പ്രമേയം പാസാക്കിയതാണ്. പക്ഷേ ഈ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഏകപക്ഷീയമായി SIR നടപടികളുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ട്. സംസ്ഥാനം ഇതിനെതിരെ എങ്ങനെ നീങ്ങണം എന്ന കാര്യത്തിൽ കൂട്ടായ ഒരു യോജിപ്പിലേക്ക് എത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. നാളെ ഇതുമായി ബന്ധപ്പെട്ട് സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. സർവകക്ഷി യോഗത്തിലായിരിക്കും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക. ഇന്ന് കേരളത്തിന് പുറമെ തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, ഗോവ സംസ്ഥാനങ്ങളിലും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് SIR നടപടികൾക്ക് തുടക്കമായിരിക്കുന്നത്. ചലച്ചിത്ര താരങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി SIR ബോധവൽക്കരണ ക്യാമ്പയിൻ ശക്തമാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ നവ്യ നായർ ഉൾപ്പെടെയുള്ളവരാണ് സംസ്ഥാനത്ത് ഈ പ്രവർത്തനങ്ങളുടെ, ഈ ബോധവൽക്കരണ ശ്രമങ്ങളുടെ ഭാഗമായി അണിനിരക്കുന്നത്. അതിന്റെ പ്രതികരണങ്ങൾ കാണാം. 2025 നവംബർ 4, അതായത് ഇന്നു മുതൽ വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഇതിന്റെ പേര് SIR എന്നാണ്. ഇതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് നിങ്ങളുടെ വീട്ടിലേക്ക് നൽകുന്ന എന്യൂമറേഷൻ ഫോം കൃത്യമായി ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒപ്പം നിങ്ങളുടെ ഏറ്റവും പുതിയ ഫോട്ടോ നൽകുക. അങ്ങനെ നമുക്കും
സുതാര്യമായ ജനാധിപത്യത്തിന്റെ ഭാഗമാകും. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ BLOമാർ എന്യൂമറേഷൻ ഫോമുമായി വീട്ടിൽ വരും. 2003 വോട്ടർ പട്ടികയാണ് ഇതിന് ആധാരമാക്കുന്നത്. അപ്പോൾ അതിൽ വോട്ടുണ്ടെങ്കിൽ എല്ലാം പ്രോസസ്സും വളരെ വേഗത്തിൽ തന്നെ നടക്കും. അന്ന് വോട്ടില്ലാത്തവരെ സംബന്ധിച്ചാണ് പിന്നീട് ചില ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാവുക. വളരെ എളുപ്പത്തിലാണ് ഇതിൻ്റെ ഫോം ഫില്ലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളാണ്, എളുപ്പത്തിൽ സാധ്യമാകുന്നതാണ് എന്നതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉൾപ്പെടെ ഇന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യം. അപ്പോൾ 2003 വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതിരിക്കുകയും അതിനുശേഷം ഇപ്പോൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നവരുമായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചാണ് അല്പം പ്രശ്നങ്ങൾ ഇതിൽ ഉൾപ്പെടുക. അന്ന് തന്നെ വോട്ടവകാശം ഉണ്ടായിരുന്ന ആളുകൾ അന്ന് ഉൾപ്പെടാതെ പോയവർക്കായിരിക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുക. 12 തിരിച്ചറിയൽ രേഖകൾ ഇതിനായി ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് പറയപ്പെടുന്നത്. നമുക്കറിയാം ബീഹാറിലൊക്കെ ആധാർ കാർഡ് ആദ്യം സ്വീകരിക്കാതിരുന്നതാണ് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയത്. SIRലൂടെ ഏതാണ്ട് 45 ലക്ഷത്തോളം മനുഷ്യർ അവിടെ ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നതാണ് വലിയ വിമർശനത്തിനിടയാക്കിയത്. അത് സുപ്രീം കോടതിയിൽ പരിഗണനയിലിരിക്കുന്ന വിഷയവുമാണ്. അതിലൊരു തീർപ്പുണ്ടാകും മുൻപാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഈ SIR വ്യാപിപ്പിക്കുന്നതിനുള്ള തിരക്ക് പിടിച്ച നീക്കം കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ അതിലാണ് വലിയ ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലായി തന്നെ കാര്യങ്ങൾ മാറുന്നത്. ഇപ്പോൾ പട്ടികയിൽ ഇല്ലാത്തവരെ സംബന്ധിച്ചാണ് എങ്കിൽ 2002 വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് തെളിയിക്കേണ്ടുന്ന ഉത്തരവാദിത്വം അവരിലേക്ക് വന്നു ചേരുകയാണ്. അപ്പോൾ ഈ 12 രേഖകളിലൊന്ന് സമർപ്പിച്ച് അവർക്ക് അത് തെളിയിക്കാനായില്ലെങ്കിൽ അവരുടെ പൗരത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നതാണ് വലിയ ആശങ്കയായി നിലനിൽക്കുന്നത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ അവിടെ ജനാധിപത്യ ബോധമുള്ള മനുഷ്യരാണ്. കൂടുതൽ ആളുകളെയും പട്ടികയിൽ ഉൾപ്പെടുത്താനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പൗരത്വവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ആശങ്കകളോ അത്തരം സംശയങ്ങളോ ഇല്ലാത്ത സംസ്ഥാനമാണ്. അപ്പോൾ പോലും പലരിലും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അത് പൂർണ്ണമായും ഒഴിവാക്കി ബോധവൽക്കരണത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് കമ്മീഷൻ ഒരു ഭാഗത്ത് നടത്തുന്നതെങ്കിൽ ഇതിനെതിരെ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ BLOമാർക്കൊപ്പം തന്നെ ഇതിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ആളുകൾക്കും പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് തന്നെ അവർക്ക് ഇതിൽ എത്രമാത്രം ഇൻവോൾവ് ആകാൻ കഴിയും, അങ്ങനെ ആളുകൾ ഒഴിവാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമോ തുടങ്ങിയ ആശങ്കകളാണ് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് ഇതിൽ ഉയരുന്നത്. കേരളവും ഒപ്പം തന്നെ തമിഴ്നാടും പശ്ചിമ ബംഗാളും അതിശക്തമായ വിമർശനം ഇതിനെതിരെ ഉയർത്തുന്നുണ്ട്. തമിഴ്നാട് ഇതിനോടകം തന്നെ നിയമ നടപടികളിലേക്ക് നീങ്ങാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ബംഗാളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ വലിയ കൂറ്റൻ റാലിയാണ് കഴിഞ്ഞ ദിവസം SIRനെതിരെ നടന്നത്. അവിടെ മരണസംഖ്യ, പലരും SIR എന്ന പ്രക്രിയ വരുമ്പോൾ തങ്ങൾക്ക് രാജ്യം ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന തരത്തിലൊക്കെയുള്ള ആശങ്ക മനുഷ്യരിൽ രൂപപ്പെടുന്നു. അവിടെ കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ ഉണ്ടാകുന്നു. അതിനൊക്കെയും ഉത്തരവാദി ഈ കേന്ദ്ര സർക്കാരാണ്, ഇത്തരം നടപടികളാണ് എന്ന തരത്തിലുള്ള വിമർശനം ഉയരുന്നുണ്ട്. എന്തായാലും അവിടെ ഈ പ്രോസസ്സ് അനുവദിക്കില്ല എന്ന വലിയ ഉറച്ച തീരുമാനം മമതാ ബാനർജി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. കേരളവും തമിഴ്നാടും നിയമ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. കേരളം ഇക്കാര്യത്തിൽ നാളെ സർവകക്ഷി യോഗത്തിലായിരിക്കും ഒരു തീരുമാനം എടുക്കുക. അതിൽ യോജിച്ചുള്ള തീരുമാനം എടുത്തുകൊണ്ട് യോജിച്ചുള്ള പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ രാഷ്ട്രീയ ഭേദമന്യേയുള്ള യോജിച്ചുള്ള തീരുമാനമുണ്ടായിട്ടുള്ളതാണ്. നിയമസഭയിൽ പ്രമേയം പാസാക്കിയതാണ്. അപ്പോൾ നാളത്തെ സർവകക്ഷി യോഗത്തിലായിരിക്കും SIRമായി ബന്ധപ്പെട്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. തമിഴ്നാട് ഒരു പോരാട്ടത്തിന്റെ സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളതിനാൽ ആ വഴി തന്നെ പിന്തുടരുക എന്നതായിരിക്കും കേരളവും സ്വീകരിക്കുക. നിയമ പോരാട്ടത്തിന് നേരത്തെ പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയത്തിൽ കടുത്ത പോരാട്ടം ഉയർന്ന നാടാണ് നമ്മുടെ കേരളം. ഏതായാലും സമാനമായ നിലയിൽ ഒരു കൂട്ടായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. നാളെയായിരിക്കും അതിന്റെ തീരുമാനം ഉണ്ടാവുക. ട്രംപ് കടുത്ത നിലപാട് താരിഫുമായി ബന്ധപ്പെട്ട് എടുത്തത് നമുക്കറിയാം.
ഈ 50% താരിഫ് ഇന്ത്യക്കും ബ്രസീലിനും ട്രംപ് ഏർപ്പെടുത്തി. ഇന്ത്യയെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 25% നികുതിയും 25% പിഴ തീരുവയും ചുമത്തിക്കൊണ്ട് 50% നികുതിയിലേക്ക് എത്തിച്ചത്. ബ്രസീലിനും സമാനമായ നിലയിൽ വലിയ രീതിയിലുള്ള തീരുവ ട്രംപ് ഏർപ്പെടുത്തിയിരുന്നു. ചൈനയ്ക്ക് ഏതാണ്ട് 47% തീരുവ. അത് മയക്കുമരുന്ന് കടത്തിൽ ഉൾപ്പെടെ ചൈന ഇടപെടുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ട്രംപ് ഉയർത്തിയ ഈ തീരുവ നിലനിൽക്കുമോ? ട്രംപിന് ഇത്തരം തീരുവകൾ ഈ രീതിയിൽ ഉയർത്താനുള്ള അധികാരമുണ്ടോ? ഇതൊക്കെ വളരെ വലിയ ചോദ്യമായി നിലനിന്നിരുന്നതാണ്. ട്രംപിന് എതിരെ 2 കോടതികൾ ഇതിനോടകം തന്നെ അമേരിക്കയിൽ ട്രംപിന് ഇതിന് അധികാരമില്ല എന്ന തരത്തിൽ ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ട്. പിന്നീട് അത് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ എത്തുന്നു. അവിടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് അമേരിക്കൻ സുപ്രീം കോടതിയിൽ എടുക്കാനിരിക്കുകയാണ്. നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം കോടതി പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. അപ്പോൾ ട്രംപിന്റെ തീരുവ നിലനിൽക്കുമോ ഇല്ലയോ എന്നതാണ് നമ്മൾ അറിയേണ്ടത്. ലോക വ്യാപാര സംഘടനയുടെ നിർദ്ദേശങ്ങൾ പാടെ തള്ളിക്കൊണ്ട് ഈ പല രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഇതുവരെ തുടർന്നു വന്നിരുന്ന സൗഹൃദവും വ്യാപാര ബന്ധങ്ങളും പോലും മറികടന്നുകൊണ്ടാണ് ട്രംപ് ഓരോ രാഷ്ട്രങ്ങൾക്കുമെതിരെ തോന്നും പടിയുള്ള തീരുവ ഏർപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഇത് ഏകപക്ഷീയമായ ഒരു തീരുവ ചുമത്തലാണ്. അപ്പോൾ ആ തീരുവ ചുമത്താനുള്ള അധികാരം പ്രസിഡന്റിനുണ്ടോ എന്നതാണ് അമേരിക്കയിലെ പരമോന്നത കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രംപിന് തെറ്റിയോ ഈ വിഷയത്തിൽ എന്നുള്ളതാണ് കോടതി പറയാനിരിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 2-ാം തീയതിയാണ്, കഴിഞ്ഞ ഏപ്രിൽ 2-ാം തീയതിയാണ് അമേരിക്കയിൽ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ തീരുവ യുദ്ധം തുടങ്ങുന്നത്. ആ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ ട്രംപ് അതിന് കാരണങ്ങളായി പറഞ്ഞിരുന്നത് ഇത് അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ എന്നതാണ്. ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരമാണ് ട്രംപ് ഈ തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നത്. അത് അമേരിക്കയെ സംരക്ഷിക്കാനുള്ള, അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ എന്നതാണ് ട്രംപ് കാരണങ്ങളായി ചൂണ്ടിക്കാട്ടിയിരുന്നത്. അമേരിക്കയ്ക്ക് വലിയ വ്യാപാര കമ്മി മറ്റു രാഷ്ട്രങ്ങളുമായുള്ള വ്യാപാരത്തിൽ നേരിടേണ്ടി വരുന്നുണ്ട്. US ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇന്ത്യ ഉൾപ്പെടെ ചുമത്തുന്ന കനത്ത ഇറക്കുമതി തീരുവ അതൊരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ് എന്നതാണ് ട്രംപ് പറയുന്നത്. ഒപ്പം തന്നെ കൂടുതൽ കമ്പനികളെ അമേരിക്കയിലേക്ക് ആകർഷിക്കുക, അങ്ങനെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന തന്റെ മുദ്രാവാക്യം യാഥാർത്ഥ്യമാക്കുന്നതിനുതകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക, ഇതൊക്കെയാണ് ഇത്തരം തീരുവ പ്രഖ്യാപനത്തിന് കാരണങ്ങളായി ട്രംപ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. പക്ഷേ ട്രംപ് ചുമത്തിയിരിക്കുന്ന ഈ തീരുവയിൽ പലതും ചട്ടവിരുദ്ധവും ഇല്ലാത്ത അധികാര പ്രയോഗവുമാണ് എന്നതാണ് US കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡും പിന്നീട് US കോർട്ട് ഓഫ് അപ്പീൽസ് ഫോർ ദ ഫെഡറൽ സർക്യൂട്ടും വിധിച്ചിരുന്നത്. അപ്പോൾ ഈ 2 കോടതി വിധികളും ട്രംപിന് എതിരായിട്ടാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതിലുള്ള പരിശോധനയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടക്കുന്നത്. ഈ താഴെ കോടതികളിൽ വന്നിട്ടുള്ള വിധി ഏകപക്ഷീയമാണ് എന്നതാണ് ട്രംപ് വിമർശിച്ചിരുന്നത്. സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുമെന്ന് ട്രംപ് തീരുമാനിച്ചത് അവിടെയാണ്. ഇവിടെ തിരിച്ചടി ഉണ്ടാവുകയാണ് എങ്കിൽ ട്രംപ് ഇതുവരെ സ്വീകരിച്ചിരിക്കുന്ന നടപടികളിൽ നിന്ന് ട്രംപിന് പിന്നോട്ട് പോകേണ്ടി വരുമോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നു വരുന്നത്. അവിടെ കോടതിയെ പോലും ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ചില നീക്കങ്ങളും പ്രഖ്യാപനങ്ങളുമൊക്കെ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഈ തീരുവ ചുമത്തിയതിന് അധികാരം ട്രംപിന് ഇല്ല എന്നാണ് സുപ്രീം കോടതി വിധി പ്രഖ്യാപിക്കുന്നത് എന്നിരുന്നാൽ ട്രംപ് ഇതുവരെ ചുമത്തിയ ഏപ്രിൽ 2-ന് തീരുവ ഉയർത്തുന്നു, അതിനുശേഷം ചുമത്തിയ ഈ പിഴ തീരുവകൾ തിരിച്ചു കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ബാധ്യത സൃഷ്ടിക്കും. അതൊരിക്കലും അമേരിക്കയ്ക്ക് ഗുണകരമാകില്ല എന്ന കാര്യങ്ങളൊക്കെ ട്രംപ് പറയുകയാണ്. അപ്പോൾ കോടതിയെ പോലും സ്വാധീനിക്കാനുള്ള ചില നീക്കങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അമേരിക്കയ്ക്ക് വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് കോടതി പോകുമോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉയരുമ്പോൾ അങ്ങനെ ഉണ്ടാകരുത് എന്ന ഒരു വാർണിംഗ് എന്ന നിലയിൽ ട്രംപ് അതിനോട് ഇടപെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വലിയ സാമ്പത്തിക പ്രതിസന്ധി, ഇതിൽ പ്രതികൂലമായ ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിൽ ട്രംപിനുണ്ടാകും. കാരണം
വലിയ തീരുവ, ഏതാണ്ട് ഉണ്ടായിരുന്നതിന്റെ ഇരട്ടിയിലധികം തീരുവയാണ് ഓരോ രാഷ്ട്രങ്ങളിൽ നിന്ന് ട്രംപ് ഈടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ രീതിയിൽ കോടതിയെപ്പോലും ഭയപ്പെടുത്താനുള്ള നീക്കം ട്രംപിന്റെ ഭാഗത്തു നിന്ന്, ട്രംപിനെ അനുകൂലിക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പലരുമായും വ്യാപാര കരാറിലേക്ക് എത്താൻ അമേരിക്കയെ സംബന്ധിച്ച് കഴിഞ്ഞത് ഈ തീരുവ ഭീഷണി കൊണ്ടാണ് എന്നത് ഒരു നേട്ടമായി ട്രംപും കൂട്ടരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വ്യാപാര ചർച്ചകളിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മുൻതൂക്കം നഷ്ടപ്പെടാൻ ഇപ്പോൾ കോടതിയിൽ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി നേരിട്ടാൽ അത് ഇടയാക്കും എന്ന കാര്യം ട്രഷറി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുകയാണ്. അപ്പോൾ അതൊരു മുന്നറിയിപ്പ് കോടതിക്ക് നൽകുന്നു എന്ന തരത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ. വലിയ സാമ്പത്തിക ബാധ്യത അമേരിക്കയ്ക്കുണ്ടാക്കും. മാത്രവുമല്ല, ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന കരാറുകൾ, ഒപ്പം തന്നെ ഇനി ഇപ്പോൾ ചർച്ചകൾ നടക്കുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുമായി വ്യാപാര കരാർ സംബന്ധിച്ച് അമേരിക്ക ചർച്ച നടത്തുകയാണ്. ആ കരാറുകളിൽ അമേരിക്കയ്ക്കുണ്ടായിരിക്കുന്ന മേൽക്കോയ്മ കൂടി നഷ്ടപ്പെടും ഒരു തിരിച്ചടി ഉണ്ടായാൽ എന്ന കാര്യങ്ങളാണ് ട്രംപും ട്രംപിനെ അനുകൂലിക്കുന്നവരും ട്രഷറി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരും ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും കോടതി ഈ വിഷയങ്ങളൊക്കെ പരിശോധിച്ച് ഒരു തീർപ്പെത്തുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ അത് കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് ട്രംപിന്റെ ഈ തീരുവ പ്രഖ്യാപനം ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്രസീലിനൊപ്പം ഏറ്റവും കൂടുതൽ തീരുവ ഏർപ്പെടുത്തുന്ന രാഷ്ട്രമായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. സ്ട്രാറ്റജിക് പാർട്ട്ണറാണ് അമേരിക്കയുടെ, സ്ട്രാറ്റജിക് പാർട്ട്ണറാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയോട് ഒരു ശത്രുതാ മനോഭാവമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. 50% തീരുവയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുന്ന കാര്യമാണ്. മറ്റൊന്ന്, വ്യാപാര കരാറിലേക്ക് എത്താൻ ഇന്ത്യക്കും അമേരിക്കയ്ക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ്. പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇന്ത്യക്ക് മേൽ വലിയ സമ്മർദ്ദം ട്രംപ് ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ സമ്മർദ്ദം ഇന്ത്യ നേരിടുന്നു. മാത്രവുമല്ല, അമേരിക്കയിൽ നിന്ന് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുക എന്ന ഒരു വലിയ സമ്മർദ്ദം ഇന്ത്യക്ക് മേലുണ്ട്. അപ്പോൾ കോടതിയിൽ നിന്ന് എന്ത് നിലപാട് ഇതിനെതിരെ ഉണ്ടാകുന്നു എന്നതാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന കാര്യം. ഇന്ത്യക്ക് വളരെ നിർണായകമാണ് ഈ അമേരിക്കൻ സുപ്രീം കോടതിയിൽ ഉണ്ടാകുന്ന ഈ ഇപ്പോഴത്തെ നടപടികൾ എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം ഇന്ത്യക്ക് 50%, ബ്രസീലിന് 50%, ചൈനയ്ക്ക് 47% എന്നിങ്ങനെയാണ് ഏറ്റവും ഉയർന്ന തീരുവകൾ ട്രംപ് ചുമത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഉയർന്ന തീരുവയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകുമോ? ആ പരിഹാരം അമേരിക്കയിൽ നിന്ന് തന്നെ ഉണ്ടാകുമോ? ട്രംപിനെ കോടതി തിരുത്തുമോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. പക്ഷേ കോടതി തിരുത്തിയാലും ചില പ്രത്യേക ആക്റ്റുകൾ ഉപയോഗിച്ച് ഒരു പക്ഷേ ട്രംപ് ഇത് മറികടക്കാനുള്ള നീക്കങ്ങൾ നടത്തിയേക്കാം. അമേരിക്കൻ പ്രസിഡന്റിന് 50%-ഓളം തീരുവ ഏർപ്പെടുത്താനും തീരുവ ചുമത്താനും കഴിയുന്ന പ്രത്യേക അവകാശം നൽകുന്ന ചില അവകാശങ്ങൾ നൽകുന്ന നിയമങ്ങൾ പാസാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ വ്യവസ്ഥകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ട്രംപിന് വേണമെങ്കിൽ ഈ കോടതി വിധിയെ പോലും മറികടക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. അത് പ്രയോജനപ്പെടുത്തുമോ എന്നത് നമുക്കറിയില്ല. ട്രംപ് ആയതുകൊണ്ട് എന്തും ചെയ്യാം. എന്തായാലും കോടതിയിൽ ഈ ഉണ്ടാകുന്ന നടപടികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി അമേരിക്കൻ കോടതി എങ്ങനെ ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്നത് നോക്കിക്കാണുകയാണ്. നമുക്ക് ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലേക്ക് കൂടി പോകണം. ഇടവേളയ്ക്ക് ശേഷം ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തു പറ്റി?
അമേരിക്കയുടെ സാമ്പത്തിക തലസ്ഥാനമായ ന്യൂയോർക്ക് സിറ്റിയുടെ മേയർ ആരാണ്? ആ മേയറിനെ തെരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് അമേരിക്കയിൽ ആരംഭിക്കുകയാണ്. ഇന്ന് 6 മണിക്ക് ആരംഭിച്ച് 4 മണി വരെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഏതാണ്ട് ഇന്ത്യൻ സമയം ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ആരംഭിച്ചിട്ടുണ്ടാകും. വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഒരു പ്രത്യേകത ഇതിലുണ്ട്. ഇന്ത്യൻ വംശജനായ മംദാനിക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം അല്ലെങ്കിൽ പ്രതീക്ഷ ഇതുമായി ബന്ധപ്പെട്ട് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരിക്കുന്നത്. സൊഹ്റാൻ മംദാനി ന്യൂയോർക്ക് സിറ്റി മേയറാകുമോ എന്ന വാർത്ത കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന പോളുകൾ അനുസരിച്ചും മംദാനിക്ക് തന്നെയാണ് കൂടുതൽ സാധ്യതകൾ പ്രവചിക്കപ്പെടുന്നത്. എന്തായാലും വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. ഡെമോക്രാറ്റിക് പാർട്ടി അംഗമായ സൊഹ്റാൻ മംദാനി ന്യൂയോർക്ക് സിറ്റിയുടെ മേയറാകുമോ എന്ന് അറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരാണ് സൊഹ്റാൻ മംദാനി എന്ന് നോക്കിയാൽ, ഇന്ത്യയിൽ ജനിച്ച ഉഗാണ്ടൻ അക്കാദമീഷ്യനായ മഹ്മൂദ് മംദാനിയുടെയും മീര നായർ എന്ന ഇന്ത്യൻ വംശജയുടെയും മകനാണ് സൊഹ്റാൻ മംദാനി. സൊഹ്റാൻ മംദാനി സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റ് നേതാവാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മംദാനി തെരഞ്ഞെടുക്കപ്പെടുന്നത് തന്നെ വളരെ വീറുറ്റ വാശിയേറിയ പോരാട്ടത്തിലൂടെയാണ്. അപ്പോൾ ഡെമോക്രാറ്റുകൾക്കിടയിലെ 2 വിഭാഗങ്ങളായി തിരിഞ്ഞിരിക്കുന്ന ഡെമോക്രാറ്റുകൾക്കിടയിലെ ഏറ്റവും ശ്രദ്ധേയമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മംദാനി. അദ്ദേഹം പല നിലപാടുകളിലൂടെയും ചർച്ചകളിൽ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ മംദാനി ഏറ്റവും പ്രതീക്ഷ കൽപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ട്രംപിനാൽ എതിർക്കപ്പെടുന്ന വ്യക്തി കൂടിയാണ് മംദാനി. മംദാനിയുടെ തോൽവി ഉറപ്പാക്കാൻ ട്രംപ് വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടപെടുകയും വലിയ ഭീഷണി വരെ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. മംദാനി ജയിക്കുകയാണെങ്കിൽ ന്യൂയോർക്ക് സിറ്റിക്കുള്ള ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കേണ്ടി വരും എന്ന ഒരു വലിയ ഭീഷണിയാണ് ഏറ്റവും ഒടുവിൽ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ മംദാനി ന്യൂയോർക്ക് സിറ്റിയുടെ മേയറാകുമോ, ഒരു ഇന്ത്യൻ വംശജൻ അവിടേക്ക് വരുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. മംദാനിയുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ 2018 അദ്ദേഹത്തിന് അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ ഫെഡറൽ ഏജൻസികൾ അമേരിക്കയിലെ വൻ നഗരങ്ങളിൽ വലിയ റെയ്ഡുകളും ഒപ്പം തന്നെ അറസ്റ്റുമൊക്കെ നടത്തുമ്പോൾ അതിനെതിരെ പ്രത്യക്ഷത്തിൽ തന്നെ രംഗത്ത് വരികയും വലിയ രീതിയിൽ അതിനെതിരെ നിലപാട് സ്വീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ് മംദാനി. 34-കാരനായ മംദാനി ന്യൂയോർക്ക് സിറ്റി മേയറാകുന്ന ആദ്യ മുസ്ലിം വംശജൻ എന്ന ഒരു പ്രത്യേകത കൂടി സൊഹ്റാൻ മംദാനിക്ക് ലഭിക്കും. മാത്രവുമല്ല, ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയർ എന്ന സ്ഥാനവും മംദാനിക്ക് ലഭിക്കും. അപ്പോൾ ആ രീതിയിലൊക്കെ സൊഹ്റാൻ മംദാനിയുടെ വരവിന് വലിയ പ്രത്യേകതകളുണ്ട്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രമുഖ നേതാവും മുൻ ന്യൂയോർക്ക് ഗവർണറുമായ ആൻഡ്രൂ കുമോയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സൊഹ്റാൻ ഡെമോക്രാറ്റിക് പാർട്ടി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രത്യേകതകൾ സൊഹ്റാൻ മംദാനിയെ സംബന്ധിച്ചുണ്ട്. അദ്ദേഹം ആദ്യ മുസ്ലിം വംശജനായ മേയറാകും. അങ്ങനെയുള്ള പ്രത്യേകതകളുണ്ട്. എന്തായാലും വലിയ കടുത്ത മത്സരമാണ് മംദാനി അവിടെ നേരിടുന്നത്. ഒരു ത്രികോണ പോരാട്ടം തന്നെ ഉണ്ടായിരിക്കുന്നു. ഈ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ തെരഞ്ഞെടുപ്പിൽ മംദാനിയോട് പരാജയപ്പെട്ട ആൻഡ്രൂ കുമോ തന്നെ സ്വതന്ത്രനായി അവിടെ മത്സര രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ആൻഡ്രൂ കുമോ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റ് പുറത്തു നിൽക്കും എന്ന് കരുതിയിരുന്ന വ്യക്തിയാണ്. നേരത്തെ ലൈംഗിക ആരോപണങ്ങളെ തുടർന്നാണ് അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു എന്ന് കരുതുന്നിടത്തു നിന്ന് ഒരു തിരിച്ചുവരവിനായാണ് കുമോ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പക്ഷേ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിട്ടും കുമോയെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്തുണയ്ക്കുന്നത് എന്ന് നമ്മൾ കാണണം. സ്വതന്ത്രനായി മത്സരിക്കുന്ന കുമോയ്ക്കാണ് തന്റെ പിന്തുണ എന്നത് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ വലിയ ത്രികോണ പോരാട്ടം അവിടെ നടക്കുമ്പോൾ അത് വളരെ വാശിയേറിയ പോരാട്ടമായി മാറുന്നു. ട്രംപ് നേരിട്ട് ഈ വിഷയങ്ങളിൽ ഇടപെടുന്നു, അഭിപ്രായം പറയുന്നു എന്നത് ആ രീതിയിലുള്ള പ്രാധാന്യം കൂടി വർദ്ധിപ്പിക്കുകയാണ്. കുമോയ്ക്ക് പിന്തുണ നൽകുമ്പോൾ ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു മോശം റിപ്പബ്ലിക്കൻകാരനും
ഡെമോക്രാറ്റുകാരൻ മത്സരിച്ചാൽ തൻ്റെ പിന്തുണ ആ ഡെമോക്രാറ്റിനായിരിക്കും എന്നതാണ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മംദാനിക്കെതിരെ ട്രംപ് രംഗത്ത് വരുന്നത്. എന്നാൽ താൻ ഒരു സോഷ്യൽ ഡെമോക്രാറ്റ് ആണ് എന്നതാണ് മംദാനിയെക്കുറിച്ച് പറയുന്ന കാര്യം. എന്തായാലും വലിയ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ട്രംപ് ഫണ്ട് നൽകില്ല എന്ന ഭീഷണി മംദാനിക്കെതിരെ ഉന്നയിക്കുമ്പോൾ, അല്ലെങ്കിൽ ന്യൂയോർക്ക് സിറ്റിക്ക് മംദാനി ജയിച്ചാൽ ഫണ്ട് ഉണ്ടാകില്ല എന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ മംദാനിയുടെ ജയം ട്രംപും സ്ഥിരീകരിക്കുന്നു എന്ന തരത്തിൽ വേണം അതിനെ കാണാൻ. എന്നാൽ കനത്ത ഭാഷയിലാണ് മംദാനി അതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ട്രംപ് ഭയപ്പെട്ടിരിക്കുന്നു തങ്ങളെ എന്നതാണ് മംദാനി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 2026 ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിന് മുൻപ് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ന്യൂയോർക്ക് സിറ്റി, ഏറ്റവും വലിയ സിറ്റിയുടെ മേയറായിട്ടുള്ള തെരഞ്ഞെടുപ്പ്. അതിൽ ട്രംപിന്റെ നയങ്ങൾ തന്നെയാകും മാറ്റുരയ്ക്കപ്പെടുക. കുടിയേറ്റത്തിനെതിരെ ട്രംപ് സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളെ ശക്തമായി എതിർക്കുന്ന വ്യക്തിയാണ് മംദാനി. അപ്പോൾ മംദാനി ഈ നിലപാടും ട്രംപിന്റെ നിലപാടുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലായി ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾക്ക് കാണണം. ഒപ്പം തന്നെ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന കടന്നുകയറ്റത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന വ്യക്തിയാണ് മംദാനി. അപ്പോൾ അവിടെ ഇസ്രയേലിന് അനുകൂലമായ സമീപനങ്ങൾ സ്വീകരിക്കുന്ന വ്യക്തിയാണ് ട്രംപ്. അപ്പോൾ ഈ ഇസ്രയേൽ പ്രധാനമന്ത്രി ന്യൂയോർക്കിലെത്തിയാൽ അറസ്റ്റ് ചെയ്യും എന്നതുൾപ്പെടെയുള്ള പരാമർശങ്ങൾ മംദാനിയുടെ ഭാഗത്തു നിന്ന് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നെതന്യാഹുവിനെതിരെയൊക്കെ വളരെ ശക്തമായ നിലപാടെടുക്കുന്ന ട്രംപ് ശത്രുപക്ഷത്ത് നിർത്തുന്ന മംദാനി ന്യൂയോർക്ക് സിറ്റിയുടെ മേയറാകുമോ ഇല്ലയോ എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. മംദാനി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അത് ഇപ്പോൾ ട്രംപ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കുടിയേറ്റവുമായി ബന്ധപ്പെട്ടും ഇസ്രയേൽ പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള നിലപാടുകൾക്കുള്ള തിരിച്ചടിയായി അത് വിലയിരുത്തപ്പെടും. ആ രീതിയിലുള്ള ഒരു പിന്തുണയാണ് ഇവിടെ മംദാനിക്ക് ലഭിക്കുന്നത് എന്ന വിശകലനങ്ങൾ ഉണ്ടാകും. അത് ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിലും റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിലും ഇനി സ്വീകരിക്കേണ്ട നിലപാടുകൾ സംബന്ധിച്ചും മറ്റുമുള്ള വലിയ ചർച്ചകൾക്ക് തുടക്കം കുറിക്കും. ഇതൊക്കെ ആണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രാധാന്യം. എന്തായാലും ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഇത് അമേരിക്കയിൽ നയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടിയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ വംശജൻ തെരഞ്ഞെടുക്കപ്പെടുമോ എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യം. മീരാ നായരുടെ പുത്രൻ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയുടെ മേയറായി വരുമോ എന്നതാണ്. ട്രംപിന്റെ നയങ്ങൾ ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾക്ക് വലിയ തിരിച്ചടി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പല തീരുമാനങ്ങളും ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ, H-1B വിസയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഒക്കെ ട്രംപിന്റെ നിലപാട് ഏറ്റവും വലിയ രീതിയിൽ ബാധിക്കുന്നത് തീരുവ ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ഇന്ത്യയായിരുന്നു. അപ്പോൾ ട്രംപിന്റെ നയങ്ങൾക്ക് അവിടെ എത്രമാത്രം പിന്തുണയുണ്ട് എന്നതിൻ്റെ ഒരു അളവുകോലായി കൂടി ന്യൂയോർക്ക് സിറ്റി തെരഞ്ഞെടുപ്പ് മാറും. മേയർ സ്ഥാനത്തേക്ക് മംദാനി എത്തുകയാണെങ്കിൽ അത് ട്രംപിന് വലിയ ക്ഷീണമായിരിക്കും ഉണ്ടാക്കുക. എന്തായാലും ട്രംപ് ഇതിനോടകം തന്നെ ഭീഷണി ഉൾപ്പെടെ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. യാതൊരു ഫണ്ടും നൽകില്ല, പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തും എന്ന പ്രഖ്യാപനമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെങ്കിൽ അതിനെ വളരെ ശക്തിയോടുകൂടി തിരിച്ചടിച്ചുകൊണ്ട് ട്രംപ് ഭയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നേരിടാനാണ് മംദാനി തയ്യാറെടുക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം. ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വോട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു. ആദ്യ ഫലസൂചനകൾ ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ് ആദ്യ മണിക്കൂറുകളിൽ തന്നെ ലഭ്യമാകും എന്നതാണ് വിവരം. നമുക്ക് കാത്തിരിക്കാം മംദാനി ന്യൂയോർക്ക് സിറ്റി മേയറാകുമോ ഇല്ലയോ എന്ന് അറിയാൻ. ഇനി നമുക്ക് സായനയാത്രയിലേക്ക് പോകാം. ഇടുക്കിയിലേക്കാണ് നമ്മളുടെ സായനയാത്ര. ഇപ്പോൾ ഇടുക്കിയിലേക്ക്, മൂന്നാറിലേക്കൊക്കെ പോകാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാണ്. അവിടെ മഞ്ഞു മൂടിയ മലനിരകൾ കാണാൻ പോകുന്നവരുണ്ട്, അവിടുത്തെ ക്ലൈമറ്റ് ആസ്വദിച്ചുകൊണ്ട് റിസോർട്ടുകളിൽ മാത്രം ഇരിക്കാൻ പോകുന്നവരുണ്ട്, കാഴ്ച കാണാൻ പോകുന്നവരുണ്ട്. ഒപ്പം ഇപ്പോൾ അവിടെ ഒരു വലിയ പ്രത്യേകത സ്പതോഡിയ മരങ്ങൾ പൂത്തു നിൽക്കുന്നതാണ്. കടും മഞ്ഞ നിറത്തിൽ, തീ നിറത്തിലുള്ള പൂക്കൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്ന കാഴ്ച തന്നെ വളരെ മനോഹരമാണ്. അപ്പോൾ സീസൺ തുടങ്ങാനിരിക്കുന്നേ ഉള്ളൂ. അതിനു മുമ്പ് ഈ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മനോഹര കാഴ്ച കാണാൻ തന്നെ അവിടേക്ക് ആളുകളുടെ ഒഴുക്കാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് ഹൈ റേഞ്ചിലേക്ക് പോകാം. സ്പതോഡിയ മരങ്ങൾ പൂത്തു നിൽക്കുന്ന കാഴ്ച കണ്ട് തിരിച്ചെത്താം.
ഹൈറേഞ്ചിന്റെ വഴിയോരങ്ങൾക്ക് ഓരോ കാലത്തും ഓരോ നിറമാണ്. ജക്രാന്ത പൂക്കുമ്പോൾ വയലറ്റ് നിറവും, വിഷുക്കാലത്ത് മഞ്ഞ നിറവും, സ്പാത്തോഡിയയുടെ തീമഞ്ഞ നിറവും എന്നിങ്ങനെ വ്യത്യസ്ത നിറക്കാഴ്ചകൾ. ചുവപ്പും മഞ്ഞയും ഇടകലർന്ന നിറത്തിലാണ് സ്പാത്തോഡിയ പൂക്കുന്നത്. സൂര്യവെളിച്ചത്തിൽ തീപ്പൊരി പോലെ തോന്നിക്കുന്നതിനാൽ തീപ്പൂമരമെന്നും അറിയപ്പെടുന്നു. പൂക്കളുടെ വർണ്ണക്കാഴ്ച സഞ്ചാരികൾക്ക് അവിസ്മരണീയ അനുഭവമാണ് നൽകുന്നത്. തേയിലക്കാടുകൾക്കിടയിലൂടെ നമ്മളിപ്പോൾ മൂന്നാറിലേക്ക് പോകുമ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ചയാണ് പൂത്തു നിൽക്കുന്ന സ്പത്തോഡിയ മരങ്ങൾ. ഇതിന് ഓറഞ്ച് കളർന്ന ചുവപ്പ് നിറമുള്ള ഈ പൂക്കൾ നമുക്ക് കണ്ണിനെ വളരെ കുളിർമയേകുന്നതാണ്. സ്പത്തോഡിയ കമ്പാനുലേറ്റ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഇതിൻ്റെ ഇതളുകൾക്ക് ഒരു കൊതുമ്പിൻ്റെ ആകൃതിയിലായതുകൊണ്ടാണ് സ്പത്തോഡിയ എന്ന പേര് ഇതിന് വരാൻ കാരണം. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരാണ് ആഫ്രിക്കൻ ഉഷ്ണമേഖലയിൽ നിന്ന് സ്പാത്തോഡിയയെ ഹൈറേഞ്ചിലെത്തിച്ചത്. കായ്, വേര്, ശിഖരം എന്നിവയിൽ നിന്ന് മുളച്ചുവരുന്ന ഈ മരത്തിന് നിരവധി ഔഷധ ഗുണവുമുണ്ട്. ഡ്രംസ് പോലുള്ള വാദ്യോപകരണങ്ങൾ നിർമ്മിക്കാനും ഇതിന്റെ തടി ഉപയോഗിക്കാറുണ്ട്. എങ്കിലും ഹൈറേഞ്ചിൽ അഴക് വിരിച്ചു നിൽക്കുന്ന തണൽ മരങ്ങളാണ് സ്പാത്തോഡിയ. മൂന്നാറിൽ സീസൺ ആരംഭിക്കാനിരിക്കെ സ്പാത്തോഡിയയുടെ ഭംഗി ആസ്വദിക്കാൻ മാത്രമായി നിരവധി പേരാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹൈറേഞ്ചിലേക്ക് എത്തുന്നത്. ന്യൂസ് 18 ഇടുക്കി. മൂന്നാറിലൊക്കെ സീസൺ നേരത്തെ എത്തുന്നു എന്നതാണ് വിവരം. എന്തായാലും സ്പാത്തോഡിയ മരങ്ങൾ കൂടി പൂത്തുലഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ ഭംഗി ഇരട്ടിയാകുന്നു. അപ്പോൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് അതുകൂടി കണക്കാക്കിയുള്ള ഡേറ്റുകൾ എടുക്കാം. എന്തായാലും നമ്മുടെ സമയം ഇന്നിവിടെ അവസാനിക്കുകയാണ്. പ്രിൻസ് ആണ് നമുക്ക് സ്പാത്തോഡിയ മരങ്ങൾ പൂത്തു നിൽക്കുന്ന ഈ കാഴ്ചകൾ ഒരുക്കിയത്. പ്രിൻസിൽ നിന്ന് ഇനിയും സീസണൊക്കെ അടുക്കുമ്പോൾ കൂടുതൽ കാഴ്ചകൾ അവിടെ നിന്ന് തരണം എന്ന് പറയുകയാണ്. എന്തായാലും നമുക്ക് ഇന്നിവിടെ അവസാനിപ്പിക്കാം. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. നേരം വൈകുന്നേരത്തിൽ നാളെ കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.